ചോദ്യം ചോദിക്കട്ടെ, നിക്കൂ അവിടെ. അഭിപ്രായം പറഞ്ഞിട്ട് പോകും. നീ എന്താ പെറുപിറുക്കണേ? അല്ല സിപി, അപ്പൊ നിന്റെ മണ്ഡലത്തില് രാഹുൽ ഗാന്ധി മോദിയും മത്സരിച്ചെന്ന് വിചാരിക്കും, ആരായിരിക്കും വിജയിക്കാം? അതൊത്തിരി ടഫ് ക്വസ്റ്റ്യൻ ആണല്ലോടാ. യെസ്, വെരി ടഫ്. നമുക്കൊരു കാര്യം ചെയ്താലോ, ഇന്ന് വൈറ്റ് ടോക്കിൽ ഇത് അങ്ങോട്ട് ചോദിച്ചാലോ? അതൊക്കെ ബാ. എങ്ങനെയുണ്ട് തൃശ്ശൂർ കലോത്സവം? എങ്ങനെയുണ്ട്? ഗംഭീരമുണ്ട്. നല്ല കല നടക്കാൻ ഏറ്റവും സൗകര്യമായിട്ടുള്ള സ്ഥലം തൃശ്ശൂരാണ്. തൃശ്ശൂർ തന്നെയാ. നമുക്ക് ഗ്രൗണ്ട് അല്ലേ? അതല്ല, അതിന് കലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ട്രെൻഡ് അനുസരിച്ചിട്ട് നരേന്ദ്രമോദി ആയിരിക്കും സാധ്യത കൂടുതൽ. മോദിക്ക് തന്നെയായിരിക്കും. അവരുടെ ഭാവി പരിപാടികളെ കുറിച്ച് അവരെന്തായാലും ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ അനുസരിച്ചിട്ട് നരേന്ദ്രമോദിക്ക് കിട്ടിയും അത്ര തന്നെ. കാരണം എന്താ? ലൈക്ക് എന്താ പറയാ, ബുള്ളറ്റ് ട്രെയിൻ വരുന്നു. എന്തായാലും 75 വർഷമായിട്ട് ഇപ്പോഴല്ലേ ഇതൊക്കെ വരാൻ പോകണല്ലോ. ഒന്നും വേണ്ട, ബേസിക് ആയിട്ട് ആ ട്രാക്ക് ഒന്ന് ക്ലീൻ ആയിട്ടുണ്ടല്ലോ, അത് തന്നെ വലിയൊരു സംഭവം. കാര്യങ്ങൾ നടത്താൻ ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ്. പുറമെയുള്ള രാജ്യങ്ങളായിട്ട് ബന്ധപ്പെടാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് ബെറ്റർ ഒരു ലൈഫ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം. അതിനാരാണോ സപ്പോർട്ട് ചെയ്യുന്നത് അവരാണ് ചെയ്യേണ്ടത്. അത്രയും ഞാൻ നിഷ്പക്ഷനാണ്. വികസനം നോക്കി തന്നെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് ഏത് കാര്യത്തിലും. രാഹുൽ ഗാന്ധിക്ക് ഉറപ്പ്. എന്താ കാരണം? കാരണം സെക്കുലർ ആയിട്ടുള്ള ഒരാൾക്ക് വോട്ട് ചെയ്യുക. നമ്മുടെ ജാതി മത വിദ്വേഷങ്ങളില്ലാതെ ഒന്നിച്ച് ജീവിക്കേണ്ട ആൾക്കാരല്ലേ. ഒറ്റ വാക്കി പറഞ്ഞു തീർക്കാൻ പറ്റുന്നത്. അതൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആരാധന തീരുമാനിക്കുന്നത്. രാഹുൽ ഗാന്ധി കാരണം എന്തായിരിക്കും? ഫാനാണോ? അയ്യോ ഭയങ്കര ഫാൻ. അപ്പൊ നമ്മുടെ തൃശ്ശൂര് സുരേഷ് ഗോപി എടുത്ത മണ്ഡലമാണ്. ചക്കവണപ്പൊ മൊയിലിയത്തു മതേതരത്തിന്റെ സ്ഥാനാർത്ഥിയും ചെയ്യും. മതേതര സ്ഥാനാർത്ഥി. ഞാൻ മറുചോദ്യം ചോദിക്കണേ, താങ്കൾ ആർക്ക് വോട്ട് ചെയ്യും? അതിന്റെ പല രാഷ്ട്രീയ വീക്ഷണങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഉരുളരുത്. കാരണം നല്ലൊരു വ്യക്തിത്വമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചേച്ചിയോ? അതെ, നരേന്ദ്രമോദി. ഉറപ്പാണ്. മണ്ഡലം നമ്മുടെ തൃശ്ശൂർ വന്ന് മോദി നിന്നാ മോദി ജയിക്കും. അത് പാർട്ടി എന്നുള്ളൊരിതില്ല, ഏറ്റവും നല്ലൊരു വ്യക്തി എന്നുള്ളത്. പ്രധാനമന്ത്രി ഏകദേശം നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സപ്പോർട്ടുണ്ട്. താല്പര്യമില്ല രാഷ്ട്രീയം. താല്പര്യമില്ല. ചേച്ചിയോ? താല്പര്യമില്ല. ഞാൻ 25 വർഷമായി വോട്ട് ചെയ്തിട്ടില്ല. വോട്ട് ചെയ്തിട്ടില്ല. അതെന്താ കാരണം? എനിക്ക് ഒരു താല്പര്യമില്ല. താല്പര്യമില്ല, രാഷ്ട്രീയമേ അതുകൊണ്ട് താല്പര്യം. ആര് വോട്ട് ചെയ്താലും നമുക്ക് ഒരു ഗുണമില്ല. അപ്പൊ 25 വർഷമായിട്ട് വോട്ട് ചെയ്തിട്ടില്ല. ആർക്കും വോട്ട് ചെയ്യില്ലേ? എന്താ ഇഷ്ടമില്ലേ? ഇഷ്ടമില്ല. വോട്ട് ചെയ്യാറില്ലേ? വോട്ട് ചെയ്യാറുണ്ട്. ഇഷ്ടമല്ല. ഈ രണ്ട് ടീമിനും ഇഷ്ടമില്ലേ? വ്യക്തിപരമാണ്. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് വോട്ട് ചെയ്യും. അതെ, തമ്മിൽ ഭേദം. എനിക്ക് മോദിയായിട്ടാണ് തോന്നുന്നത്. കാരണം ഇന്ത്യനെ ഭരിക്കാനുള്ള ഒരു പവറുള്ള ഒരു മനുഷ്യൻ മോദിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ ഗാന്ധി അതിനുള്ളൊരു കാപ്പബിലിറ്റി ആയിട്ടില്ല. ഞാൻ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യും. അശ്വതി, അപ്പൊ നമ്മൾ ഇന്ന് ഒരുപാട് പേരോട് സംസാരിച്ചു. അപ്പോൾ ആർക്കാണ് ഒരു മുൻതൂക്കം എന്നൊന്നും വ്യക്തമായിട്ട് നമുക്കൊരു ഐഡിയയും കിട്ടിയില്ല. കറക്റ്റ് ആണ് സിപി. കാരണം ചിലർ ഡെവലപ്മെന്റ് അനുസരിച്ചാണ്, ചിലർ ആ സാഹചര്യം എന്താണെന്ന് നോക്കിയിട്ടാണ്, മറ്റു ചിലർ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ തുടർഭരണം എങ്ങനെയാണ് അത് വെച്ച് കമ്പയർ ചെയ്തിട്ടായിരിക്കും ചിലർ വോട്ട് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സൈനിങ് ഓഫ്, CP അഖിലാൻ, അശ്വതി വിശ്വനാഥൻ. ബൈ.